ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു Rxz. അപ്പോൾ ഇന്ന് നമ്മുടെ ഇവിടെ ഉള്ളത് Yamaha Rx സീരീസിൽ തന്നെ ഏറ്റവും ഡിമാൻഡുള്ള മോഡലായ Yamaha Rxz ആണ്. അപ്പോൾ Rxz നമ്മൾ കുറേ വർക്ക് ചെയ്തായിരുന്നു. അപ്പോൾ നമ്മൾ വണ്ടിയിൽ എന്തൊക്കെയാണ് വർക്ക് ചെയ്തിരിക്കുന്നത് എന്നുള്ളത് കാണാം. അപ്പോൾ നമ്മുടെ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനലിൽ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. Yamaha റിലേറ്റഡ് ആയിട്ടുള്ള കുറേ വീഡിയോസ് വരുന്നുണ്ട്. അപ്പോൾ നിങ്ങളെ ഫ്രണ്ട്സോ ആരെങ്കിലും വണ്ടി എടുക്കാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മളെ കോൺടാക്ട് ചെയ്യുക. അതുപോലെ നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജായ Rxz ഫോളോ ചെയ്യുക. നമ്മൾ വണ്ടി ചെയ്യാൻ പോകുന്നത് ഫ്രണ്ട് മെയിൻ ട്യൂബ് പോയതായിരുന്നു വണ്ടിയുടെ. അപ്പോൾ ഫ്രണ്ട് മെയിൻ ട്യൂബ് മാറ്റി, അതുപോലെ ഓയിൽ സീൽ മാറ്റി, പിന്നെ ഹാൻഡിൽ ബാർ സ്വിച്ച് നമ്മൾ പുതിയത് വെച്ചിട്ടുണ്ട്. 135 വരുന്ന മോഡൽ പുതിയ ഹാൻഡിൽ ബാർ സ്വിച്ചാണ്. അതുപോലെ ഇതിൻ്റെ ഇൻഡിക്കേറ്റർ മാറ്റിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് കഴിഞ്ഞ് ഇതിൻ്റെ ഫുള്ള് വർക്ക് കഴിഞ്ഞിട്ട് നമ്മൾ ഇവിടെ നേരെ പെയിൻറ്റ് വർക്ക്ഷോപ്പിലോട്ട് കൊണ്ടുപോകും. ഓയിൽ സീൽ മാറ്റി മെയിൻ ട്യൂബ് സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുക അല്ലേ? കഴിഞ്ഞോ? ഓയിൽ സീൽ റെഡി ആയിട്ടുണ്ട്. നമുക്കത് വണ്ടിയിലോട്ട് ഫിറ്റ് ചെയ്യാം. മെയിൻ ട്യൂബ് ഫുൾ സെറ്റ് വണ്ടിയിൽ ചെയ്യാം. വയറിംഗ് കണക്ഷനൊക്കെ ഓക്കെ ആക്കിയായിരുന്നോ? ഓക്കെ. അപ്പോൾ നമ്മൾ ഫ്രണ്ട് ട്യൂബ് കയറ്റി ഇട്ടിട്ടുണ്ട്. ഈ ബാറ്ററി നല്ല കണക്ഷൻ കൊടുത്തിരിക്കുന്നത്. ഇലക്ട്രിക് ബാങ്കുകൾ വയറിങ് നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. ലൈറ്റ് ഓക്കെ ആണല്ലോ? ഇതിൻ്റെ ബോഡി പാർട്സുകളൊക്കെ നമുക്ക് ഓരോന്നോരോന്നിട്ട് അഴിക്കണം. അഴിച്ച് പീസാക്കിയിട്ട് വേണം പെയിൻറ്റിങ്ങിന് കൊടുക്കണം. അത് കഴിഞ്ഞിട്ട് പെയിൻറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മളത് റീസെറ്റ് ചെയ്യണം. അതുപോലെ തന്നെ നമ്മൾ മെയിനായിട്ട് ചെക്ക് ചെയ്യേണ്ട ഭാഗമാണ് ഇതിൻ്റെ ചെയ്സ് വരുന്നത്. ചെയ്സ് പക്ക ക്വാളിറ്റിയിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. തുരുമ്പോ കാര്യങ്ങളോ അതുപോലെ വേറെ ഒരു കംപ്ലൈൻറ്റും ചെയ്സിനില്ല. ചെയ്സ് നല്ല പക്ക പെർഫെക്റ്റ് ആണ്. ഇങ്ങനെയുള്ള പീസുകളാണ് എല്ലാം പുതിയ പീസുകൾ. കവറുകളെല്ലാം പുതിയതാണ്. ഇവിടെ ഇലക്ട്രിക് വർക്കുകളെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. വർക്ക്ഷോപ്പുപരമായ കാര്യങ്ങളെല്ലാം തീർന്ന് പീസുകളൊക്കെ അയച്ചിട്ടുണ്ട് നമ്മൾ. ഇനിയിപ്പോൾ ഇതുമായിട്ട് നേരെ പെയിൻറ്റിംഗ് വർക്ക്ഷോപ്പിലോട്ട് പോകും.
ഫൈനലി നമ്മൾ പെയിന്റിംഗ് വർക്ക്ഷോപ്പിലെത്തി. ഇവിടെ സംസാരിച്ചപ്പം ഏകദേശം 5 ദിവസം കൊണ്ട് നമുക്കിത് ഫുൾ പെയിന്റ് ചെയ്ത് ഫുൾ കണ്ടീഷനാക്കി ഇറക്കി തരാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ബാക്കി വർക്ക് കാണാം. ഇച്ചിരി പെയിന്റ് ഉണ്ട്, ഞാൻ കുഴപ്പമില്ല. നമ്മളിങ്ങനെ കറക്റ്റായിട്ട് ഇതിൻ്റെ മാസ്ക് ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ചാൽ കറക്റ്റ് അതിൻ്റെ എഡ്ജ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇനിയിപ്പോൾ അതിൽ പെയിൻറ്റ് തിക്നറൊക്കെ ചെയ്ത് എഡ്ജ് കറക്റ്റ് ചെയ്തിട്ടേ നമ്മൾ ബാക്കി ടാങ്കിൽ വർക്ക് ചെയ്യുള്ളൂ. നമ്മളിങ്ങനെ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നമ്മളിനി വാട്ടർ പേപ്പർ ഇട്ട് ഇത് ഫുള്ള് റെഡിയാക്കി കഴിഞ്ഞ് പെയിൻറ്റ് ചെയ്ത് കഴിയുമ്പോൾ ടാങ്കിൻ്റെ ആ ഒറിജിനാലിറ്റി പോവും, ആ ഒരു ഷേപ്പ് കാര്യങ്ങളൊക്കെ പോവും, കിട്ടാതെ വരും. അതുകൊണ്ടാണ് നമ്മൾ കറക്റ്റ് എഡ്ജ് കാര്യങ്ങളൊക്കെ കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ഇസഡിന്റെ വർക്ക് ഏകദേശം തീരാറായി. ഫസ്റ്റ് കോട്ട് പെയിന്റ് അടിച്ച് കഴിഞ്ഞിട്ട് അതിന്റെ മുകളിൽ ക്ലിയർ അടിക്കണം. ക്ലിയർ അടിക്കുന്നതിന് മുമ്പ് സ്റ്റിക്കർ ഒട്ടിക്കണം. അപ്പോൾ നമ്മൾ സ്റ്റിക്കർ മേടിക്കാനായിട്ട് പോയപ്പോൾ നമ്മുടെ ഇവിടെ ലോക്കൽ ഷോപ്പിൽ ഇരിക്കുന്ന സ്റ്റിക്കർ ഓൾഡ് സ്റ്റിക്കറാണ്. അപ്പോൾ അത് ഒട്ടിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ അതിന്റെ ക്ലിയർ അടിച്ചു കഴിയുമ്പോൾ അത് ചിലപ്പോൾ ഉരിഞ്ഞു പോകാനൊക്കെ ഉള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നമ്മൾ സ്റ്റിക്കർ മേടിക്കാനായിട്ട് കോട്ടയം പോവാണ്. ഏകദേശം 45 കിലോമീറ്റർ ഉണ്ട് ഇവിടുന്ന് കോട്ടയം. ഏകദേശം ഒരു 600 രൂപയുടെ സ്റ്റിക്കർ എടുക്കാൻ വേണ്ടി നമ്മളൊരു 700 രൂപ കാറിൽ പെട്രോൾ അടിച്ച് നമ്മൾ കോട്ടയം പോവാണ്. അപ്പൊ മഹാലക്ഷ്മിയിലാണ് നമ്മൾ പോകുന്നത്. മഹാലക്ഷ്മി കോട്ടയത്ത് RXന്റെ എല്ലാ സ്പെയറും തന്നെ കിട്ടുന്ന ഒരു ഷോപ്പാണ് മഹാലക്ഷ്മി. പക്ഷെ നമ്മൾ 2-3 പ്രാവശ്യം അവർ കോൺടാക്ട് ചെയ്ത് നോക്കി, ഫോൺ ഇതുവരെ അറ്റൻഡ് ചെയ്തിട്ടില്ല. എന്താണേലും നമ്മൾ രണ്ടും കൽപ്പിച്ച് പോയി നോക്കുകയാണ്. അങ്ങനെ നമ്മൾ ചോദിച്ച സാധനം കിട്ടി. RXZ സ്റ്റിക്കർ കിട്ടിയിട്ടുണ്ട്. ബ്ലാക്ക് കളറാണ് കിട്ടിയിരിക്കുന്നത്. ഇത് ഒറ്റ കളറേ ഉള്ളോ? 643 ആണ് ഇതിൻ്റെ MRP വരുന്നത്. നമുക്കിത് എത്ര കൊടുക്കണമെന്നുള്ളത് ചോദിച്ചു നോക്കാം. പിന്നെ 610 രൂപ ആയിട്ടുണ്ട് സ്റ്റിക്കറിന്. ഞാനിവരുടെ കോൺടാക്ട് നമ്പർ കാണിക്കുന്നുണ്ട്, വേണമെന്നുള്ളവർ വിളിച്ചു നോക്കുക. ഫോൺ അറ്റൻഡ് ചെയ്യാൻ പാടാണ്, പക്ഷെ എന്താണെങ്കിലും ധൈര്യമായിട്ട് വരാം. സ്പെയറുകളെല്ലാം ഇവിടെ കിട്ടും. അങ്ങനെ നമ്മുടെ ടാങ്കിൻ്റെ വർക്ക് വീണ്ടും നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് വാട്ടർ പേപ്പർ ഇട്ട് പിടിച്ചു. ഇനിയിപ്പോൾ അണ്ടർകോട്ട് പെയിൻറ്റ് നമ്മൾ ഇത് കഴിഞ്ഞിട്ട് ചെയ്യും. ഫുള്ള് റെഡിയാക്കിയിട്ട് അണ്ടർകോട്ട് പെയിൻറ്റ് ചെയ്യും. PS3 അടിച്ചിരിക്കുക അല്ലേ ഇത്? അല്ലേ ശ്യാമേ? ഇവിടെ ബാക്കി ബോഡി പാർട്സ് ഒക്കെ ഇവിടെ അടുത്ത പെയിന്റിങ്ങിനുള്ള എല്ലാം റെഡിയാക്കി വെച്ചിരിക്കുകയാണ്. ഇത് ഫസ്റ്റ് കൊണ്ട് വരിക അല്ലേ ശ്യാമേ? ഇനിയിപ്പോൾ ഇത് കഴിഞ്ഞ് നമ്മൾ സ്റ്റിക്കർ ചെയ്യും. പരിപാടി തീർന്നു. അപ്പോൾ നമ്മുടെ പെയിൻറ്റിങ്ങിൻ്റെ ആ ഒരു ക്വാളിറ്റി നമുക്ക് ഇതിന്ന് മനസ്സിലാവും. നമ്മൾ പക്കാ നീറ്റിൽ തന്നെ നല്ല ക്വാളിറ്റിയിൽ തന്നെയാണ് ഇത് പെയിൻറ്റ് ചെയ്തിരിക്കുന്നത്. ഈ പീസ് എന്തിനാ സാർ നമ്മൾ പേപ്പർ അടിക്കുന്നത്? ഗ്ലൈസിങ് ഫിനിഷിങ് വരും അല്ലേ? എന്ന് തീരും ശ്യാമ ഇത്? ശരിക്കും ഇതല്ല നമ്മുടെ കളറ്. ഇതിന്റെ മുകളിൽ ഒരു കോട്ട് ക്ലിയറും കൂടെ വന്നു കഴിയുമ്പോൾ ഇതിന്റെ ഒറിജിനൽ കളറ് വെളിയിൽ വരുള്ളൂ. അങ്ങനെ നമ്മുടെ 2 കോട്ട് പെയിന്റ് കഴിഞ്ഞു. എല്ലാ പാർട്സിലും നമ്മൾ 2 കോട്ട് വീതം പെയിന്റ് ചെയ്തു. അതിനുശേഷം നമ്മളിപ്പോൾ സ്റ്റിക്കർ വർക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ എല്ലാ പാർട്സിലും സ്റ്റിക്കർ ചെയ്തതിന് ശേഷം ക്ലിയർ ചെയ്യും. ക്ലിയർ ഏകദേശം 3 കോട്ടിൻ്റെ അടുത്ത് ക്ലിയർ ചെയ്യും. 3 കോട്ട് ക്ലിയർ ചെയ്താലേ പക്ക ഒരു ഫിനിഷിങ്ങിൽ വരുള്ളൂ. അങ്ങനെ നമ്മൾ സ്റ്റിക്കർ വർക്കിന് ശേഷം അടുത്ത ക്ലിയർ അടിക്കും.
നമ്മൾ ടാങ്കിൽ സ്റ്റിക്കർ ചെയ്യുമ്പോൾ മാത്രം ശ്രദ്ധിക്കണം. അത് വണ്ടിയുടെ ഓവറോൾ ലുക്ക് വരുന്നത് ടാങ്കിലാണ്. അപ്പോൾ ആ കറക്റ്റ് ഷേപ്പ് കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് കിട്ടാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കണം. ഫസ്റ്റ് കോട്ട് ക്ലിയർ വിടുക അല്ലേ? ക്ലിയർ എത്ര അടിക്കും? 3 കോട്ട്. ഇത് ഫസ്റ്റ് അല്ലേ? ഗ്ലേസിംഗ് ആയല്ലേ? അങ്ങനെ 2 കോട്ട് ക്ലിയർ അടിച്ചു. ഇനിയിപ്പോൾ അടുത്ത 3ാമത്തെ കോട്ട് ക്ലിയർ അടിക്കാൻ പോകുന്നു. അവിടെ 3 കോട്ട് ക്ലിയറും കഴിഞ്ഞല്ലേ? ഇപ്പം നമുക്ക് കണ്ടില്ല, കണ്ണാടി പോലെ നമ്മളെ കാണുന്നുണ്ടല്ലേ? കൊള്ളാം. ഫുൾ വർക്ക് കഴിഞ്ഞല്ലേ നമ്മുടെ? ബാക്കി പീസ് എനിക്കായിട്ട് ഫിറ്റ് ചെയ്താൽ മതി അല്ലേ? അതൊക്കെ തീർന്നു. അങ്ങനെ നമ്മുടെ വണ്ടി പെയിൻറ്റിങ് വർക്കും കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ RXZ. 1998 മോഡലാണ് വണ്ടി. നിങ്ങൾ കണ്ടല്ലോ, നമ്മളിതിൽ പെയിൻറ്റിങ് വർക്ക് അതുപോലെ ഇതിൻ്റെ തീർക്കേണ്ടായ വർക്കുകളെല്ലാം തീർത്തിട്ടുണ്ട്. ഇലക്ട്രിക് ഭാഗങ്ങൾ എല്ലാ വർക്കും നമ്മൾ തീർത്തിട്ടുണ്ട്. 98 മോഡലാണ് വണ്ടി. അടുത്ത റീടെസ്റ്റ് വരുന്നത് 2027 ലാസ്റ്റിലാണ്. 27 ഡിസംബറിലാണ് ഇതിൻ്റെ റീടെസ്റ്റ് വരുന്നത്. അതുപോലെ ഇതിന് ടാക്സ് വരുന്നത് 2027 ലാസ്റ്റിൽ വരെ ടാക്സും ഉണ്ട്. പിന്നെ ഇൻഷുറൻസ് നിലവിൽ ഇതിൻ്റെ തീരാറായിട്ടുണ്ട്. ആൾക്ക് ഇൻഷുറൻസും കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്ത് കൊടുക്കും. അതുപോലെ തന്നെ എടുക്കുന്ന ആളുടെ പേരിലോട്ട് കംപ്ലീറ്റ് പേപ്പേഴ്സ് നമ്മൾ ഇവിടെ നിന്ന് തന്നെ മാറ്റി റെഡിയാക്കി കൊടുക്കും. ഇതിന് പ്രൈസ് വരുന്നത് 1,20,000 രൂപയാണ് നമ്മളിതിന് എക്സ്പെക്ട് ചെയ്യുന്ന പ്രൈസ്. മാക്സിമം അഡ്ജസ്റ്റ് ചെയ്തിട്ടുള്ള പ്രൈസ് ആണ്. കാരണം നിങ്ങൾക്ക് വണ്ടി സോഴ്സ് ചെയ്യാൻ പറ്റിയ മേഖലകളായ OLX ഫേസ്ബുക്കിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും 98 മോഡൽ ഇത്രയും ഈ ഒരു കണ്ടീഷനിലുള്ള RXZ എന്ത് റേറ്റ് വരും എന്നുള്ളത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇതുപോലത്തെ വീഡിയോസുമായിട്ട് നമ്മൾ ഇനിയും വരും. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുന്നവരെ ബൈ ബൈ.